Hi, I'm Abida Rasheed and welcome back to my masterclass. ഇന്ന് നമുക്കൊരു സൂപ്പർ ഫുഡ്, കേരളത്തിലെ ഒരു സൂപ്പർ ഫുഡിനെ പറ്റി സംസാരിക്കാം. നമ്മളെ വീട്ടിൻ്റെ ബാക്കിലും എല്ലാ സ്ഥലത്തും കാണുന്ന മുരിങ്ങൻ്റെ ഇല. ഈ മുരിങ്ങൻ്റെ ഇല കുപ്പിയിലാക്കിയിട്ടും പൊടിച്ചിട്ടും പല വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ കേരളൈറ്റ്സും മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഒക്കെ കഴിക്കുന്നത്. ദിസ് മുരിങ്ങ ഇല is something which was born in India only. And this was a super food which I used to eat every day. രാവിലെ ഒന്നിക്ക് ഉപ്പേരി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് ഉപ്പേരി അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാത്രി അത് മുരിങ്ങൻ്റെ ഇലേൻ്റെ കറിയും പത്തിരിയും ആയിരിക്കും. somehow അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു 4 days എങ്കിലും ഇത് കൺസ്യൂം ചെയ്യും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും അന്നും ആരും പറഞ്ഞു തന്നിട്ടും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് നമ്മളുടെ ഓരോ ബെനിഫിറ്റ്സും ആലോചിച്ച് തുടങ്ങിയത്. ഈ ബെനിഫിറ്റ് ആലോചിച്ച് ഈ മുരിങ്ങൻ്റെ ഇലയിൽ എന്താ ഉമ്മ ഞങ്ങളെ നിർബന്ധിച്ചത് മുരിങ്ങൻ്റെ ഇല തിന്നാനെന്നുള്ളത് നമ്മൾ ആരും മനസ്സിലില്ല. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് യെസ്, ഇത് നമ്മളെ മുറ്റത്തുള്ള സാധനമല്ലേ, വൈ ഡിഡ് വി ഫൊർഗെറ്റ് ഇറ്റ് ആൻഡ് വി ഷുഡ് നോട്ട് ഫൊർഗെറ്റ് ഇറ്റ് എനി മോർ ഓൾസോ. അപ്പോൾ ദീസ് വർ ദ കറീസ് വിച്ച് വർ മെയ്ഡ് വെൻ ഐ വാസ് എ യങ് ചൈൽഡ് at my home, as said, most of the days. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങ ഇലേൻ്റെ കറിയാണ്. നോർമലി ഇപ്പോൾ പത്തിരിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് ചപ്പാത്തി സെൻറ്റേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെയൊക്കെ നേരിയ പത്തിരി കിട്ടും. ഈ നേരിയ പത്തിരി ഇങ്ങനെ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചൊന്ന് തേങ്ങാപ്പാലും നെയ്യും അതിൻ്റെ മേലെ തേക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ഒന്ന് കുറയും, അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി സോഫ്റ്റർ ആവും. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പഠിപ്പിച്ചു തരുന്ന ഈ മുരിങ്ങൻ്റെ ഇല കറിയും അത് രണ്ടും ഒന്ന് കഴിച്ചു നോക്കി. ഐ റിയലി ലവ് ഇറ്റ്. ഇതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കേണ്ട കറി ഒരു ഉപ്പേരി കാണിച്ചിട്ടുണ്ട്, മുരിങ്ങയില വിത്ത് പുഴുങ്ങിയ മുട്ട. യു കെൻ ഗോ ബാക്ക് ടു ദറ്റ് റെസിപ്പി. അതൊരു ഫെൻറ്റാസ്റ്റിക് റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഒരു തടിച്ച വെള്ളപ്പം എന്ന് പറഞ്ഞിട്ട്, മുരിങ്ങയില തടിച്ച വെള്ളപ്പം, അതൊരു രാവിലത്തെ ഞങ്ങളുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഉണ്ടാവും മുട്ട കക്കത്തിൽ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് യു കെൻ ഗോ ബാക്ക് ടു ദറ്റ് വീഡിയോ, മുട്ട കക്കത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഇത് ഈ മരത്തുമ്മ കാണുമ്പോഴില്ലേ നമുക്ക് ഇത് പറിക്കണ്ടേ, ഇത് നുള്ളിയിടണ്ടേ, ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനാണ്. ഇതെങ്ങനെ നമ്മൾ ഇത് ചെയ്യും എന്നുള്ളത്. ബിക്കോസ് ഇതിന് ഭയങ്കര കയ്പ്പാണ്. അല്ലെങ്കിലും മുരിങ്ങൻ്റെ ഇല ആസച്ച് കയ്പ്പാണ്. ബിക്കോസ് ഇതിലൊരുപാട് അയേണാണ് കൂടുതലുള്ളത്. സ്പെഷ്യലി ഫോർ വിമൻ ഇറ്റ് ഈസ് ടു ഗുഡ്. അപ്പോൾ ഇത് മാത്രമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ ടേസ്റ്റിൻ്റെ പ്രോബ്ലം വരുന്നത്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ ക്രീമി തേങ്ങ, കുറച്ച് ഉള്ളി ഇതെല്ലാം ഇട്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ദിസ് ഗിവ്സ് എ വെരി ഗുഡ് ടേസ്റ്റ്. ലൈക്ക് ഈ പച്ചക്കറി ഒന്നും തിന്നാത്ത ആൾക്കാരാണെങ്കിലും മോർ ഓഫ് നോൺ വെജിറ്റേറിയൻ കിട്ടിയാലേ ശരിയാവും എന്നല്ലെങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് മുരിങ്ങൻ്റെ ഇല. ഈ മുരിങ്ങൻ്റെ ഇല നമ്മൾ മരത്തിൻ്റെ മേലെ നിന്ന് പറിക്കുമ്പോൾ ഇല്ലേ, വല്ലാണ്ട് മൂത്ത ഇലക്ക് കുറച്ച് കയ്പ്പ് കൂടുതലാണ്. കുറച്ച് ഇളയ ഇലയാകുമ്പോൾ കുറച്ചും കൂടിയും നല്ലതാണ്. പക്ഷെ അത് പറിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും ഈ മുരിങ്ങൻ്റെ ഇല ഓരോന്നിങ്ങനെ പറിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് എണ്ണ എടുക്കുക. ഈ ഗ്രൂപ്പായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് അത് കൂട്ടിപ്പിടിച്ചതിൻ്റെ ശേഷം ഈ വലിയത് ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഈ വലിയ തണ്ടുണ്ടല്ലോ അതങ്ങോട്ട് പറിച്ചെടുക്കുക ഓരോന്നോരോന്നായിട്ട്. ഒന്നും കൂടി ഈസിയറാവും. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ തണ്ടുണ്ടാവും. ഈ സാധാരണ നിലക്ക് ഈ ചെറിയ തണ്ടിനും ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ കയ്പ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഗ്രൂപ്പായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഈസി. ഈ വടിക്കഷ്ണം വേണ്ട, ഇതിൻ്റെ തണ്ട് വേണ്ട കേട്ടോ. ഈ തണ്ട് എപ്പോഴും കയ്പ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയാം. വീണ്ടും ഒന്ന് ലൂസാക്കി കൊടുക്കുമ്പോൾ ആ ഇലകളെല്ലാം വരും. ഈ തണ്ട് കട്ട് ചെയ്യാം. മൂത്ത തണ്ടാകുമ്പോൾ കട്ട് ചെയ്യാൻ കിട്ടൂല. ചെറിയ തണ്ട് കുഴപ്പമില്ല, വല്ലാണ്ട് മൂത്ത തണ്ട് പറ്റൂല. കൈ കൊള്ളുന്ന അത്ര എടുക്കുക. ആദ്യം ഒന്ന് ടൈറ്റായി പിടിക്കുക, പിന്നെ ഒന്ന് ലൂസാക്കുക. ലൂസായുമ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കുറച്ചെണ്ണമൊക്കെ വീഴും, അപ്പോൾ അതൊന്നും എടുത്ത് കറക്റ്റ് ചെയ്താൽ മതി.
ഇത് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കണം, വേഗം തളർന്നു പോകും. അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് ഇതെടുക്കുക. ഇങ്ങനെ ഈ ചെറിയ ഇലകൾ 1-2 വീണ് പോയാൽ അത് ചെക്ക് ചെയ്തിട്ട് ആ വലിയ തണ്ട് എടുത്ത് കളയാം. ചെറിയ പ്രാക്ടീസ് വേണം കേട്ടോ. 1-2 പ്രാവശ്യം ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അത് പ്രാക്ടീസ് ആവും. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ ഡെയിലി ഇത് ചെയ്തിട്ടുള്ള ശീലം കൊണ്ടാണ് ഇതിങ്ങനെ ഈസി ആയിട്ട് വരുന്നത്. ഈ ഇലയെല്ലാം നല്ലോണം ഇതിൻ്റെ ശേഷം നല്ലോണം 2-3 വെള്ളത്തിൽ അത് വാഷ് ചെയ്തെടുക്കണം. സാധാരണ നിലക്ക് ഈ മുരിങ്ങൻ്റെ ഇലൻ്റെ മേലെ വെള്ളം നിൽക്കില്ല. അപ്പോൾ 1-2 പ്രാവശ്യം വാഷ് ചെയ്യണം. ബിക്കോസ് ഇതിന് സാധാരണ ഉണ്ടാവും ഒരു ചെറിയൊരു സ്പൈഡർ വെബ് ഉണ്ടാവും, അത് ക്ലീൻ ആവണം. ഓക്കെ, ഇത്ര മുരിങ്ങൻ്റെ ഇല ഉണ്ടെങ്കിൽ നമുക്കൊരു 4-5 ആൾക്കുള്ള കറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒരു 1 കപ്പ് നമുക്ക് ഏകദേശം തേങ്ങ വേണം. 1 കപ്പ് തേങ്ങ എടുക്കുക. തേങ്ങ ഈ കറിയിൽ എപ്പോൾ കുറച്ച് കട്ടിയുള്ളതാണ് നല്ലത്. ഈ സാധാരണ നമ്മൾ തേങ്ങാ കറി വെക്കുമ്പോൾ മിക്ക സമയവും എല്ലാവർക്കും വെള്ളം പോലെ ആയിപ്പോവും. ഈ വെള്ളം പോലെ ആവാണ്ട് നിൽക്കാൻ സാധാരണ ചൈനീസിലും ഇവരൊക്കെ കോൺഫ്ലവറാണ് കട്ടിക്ക് ഉപയോഗിക്കുക. പണ്ട് മുതലേ നമ്മളെല്ലാം കിച്ചണിൽ തിക്നെസ് കൂട്ടണമെങ്കിൽ, എന്ത് കറിയിലും തിക്നെസ് കൂട്ടണമെങ്കിൽ വറ്റ ഉപയോഗിക്കുക. ചോറ്, വെന്ത ചോറിൻ്റെ ഇത് നല്ല പശ കണ്ടൻറ്റ് ഇതിലുണ്ടാവും. ഒരു 2 സ്പൂണ് ചോറിട്ട് കൊടുക്കുക. അത് ഈ ചോറ് ഇതിന് ടേസ്റ്റിനൊന്നും അല്ല കേട്ടോ, ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ തിക്ക്. ഈ കറിക്ക് ഒരു സ്റ്റാച്ചി ഫീലിംഗ് കിട്ടാൻ അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഒരു മസാല ഉണ്ട്, കറി മസാല, ARൻ്റെ കറി മസാല പൗഡർ. ഓക്കെ, ഇനി ഇതില്ലെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിക്കുരുവും മുളകും ഒന്ന് വറുത്ത് പൊടിച്ച് ഒഴിച്ചാൽ മതി. സാധാരണ ഈ മസാല വാങ്ങുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് എല്ലാ ബ്രൗൺ കറിക്കും ഉപയോഗിക്കാം. വോട്ടെവർ ലൈക്ക് ബീഫ് ഉണ്ടാക്കുമ്പോഴോ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ, പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാം. ഇതിൽ കൂടുതൽ മല്ലി, മുളക് ഇങ്ങനത്തെയൊക്കെ സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഈ പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോഴത് നല്ലോണം അടച്ച് വയ്ക്കണം. ഈ പൊടീൻ്റെ വാസനയാണ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എരിവ് കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടും, കുറച്ച് വേണമെങ്കിൽ മഞ്ഞൾ കൊടുക്കാം. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് മേ ബി കുറച്ച് ഇതിൽ ഓൾറെഡി എരിവുണ്ട്, ഇതിൽ ആവശ്യത്തിനുള്ള എരിവുണ്ട്. പക്ഷെ കുറച്ചുകൂടി സ്പൈസി ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ആഡ് മോർ സ്പൈസസ്. ഓക്കെ, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കാം. അപ്പോൾ തേങ്ങ നല്ല തിക്കായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി ദ കളർ നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഈ അലുമിനിയ ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് മണ്ണിൻ്റെ ചട്ടിയിൽ കുക്ക് ചെയ്യുക. ഇത് ആരുടെ ഇല്ലെങ്കിൽ ഒരു ചട്ടിയെങ്കിലും ഒരു വീട്ടിലേക്ക് വാങ്ങി വെക്കുക ആൻഡ് എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ചട്ടി. ഈ ഓണക്കാലത്ത് ഒരുപാട് ചട്ടി ആൾക്കാരൊക്കെ പല സ്ഥലത്തും വിൽക്കുന്നുണ്ടാവും. 1-2 ചട്ടി വാങ്ങാം. ഇപ്പം പണ്ട് അമ്മമാരൊക്കെ പറയും ചട്ടി വാങ്ങേണ്ട, ഗ്യാസുമേൽ വെച്ചാൽ പൊട്ടിപ്പോകുന്നു. ഇല്ല, ഇപ്പോൾ ഒക്കെ ബേക്കിംഗ് ഒക്കെ കുറച്ചും കൂടിയും എന്താ പറയുക, ബേക്കിംഗ് നോളജൊക്കെ ആൾക്കാർക്ക് ഉണ്ട്. വെൽ ബേക്ക്ഡാണ്, പൊട്ടിപ്പോകുന്നില്ല, ചിപ്പ് ചെയ്യൂല. ഇപ്പം ഞാൻ തന്നെ എത്ര ഹൈ ഫ്ലെയിമിൻ്റെ മേലെയാണ് ഈ ചട്ടി ഉപയോഗിക്കുന്നത്. സോ എവറിബഡി ട്രൈ ടു ഹാവ് 1 ചട്ടി ആൻഡ് അറ്റ്ലീസ്റ്റ് 1 or 2 കയ്യിൽ. ഇതിൻ്റെ ബെനിഫിറ്റ് ഇത് ഉപയോഗിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനിയും വെളിച്ചെണ്ണ. ഇഫ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷെ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഗീ ആഡ് ചെയ്യണം. എന്നാലേ ഈ റിയൽ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈ ഗീയിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഗീ ആണെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഈ കറിക്ക് വേണ്ടു. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒരു നമുക്കൊരു ഫീലിംഗാ കറി തൂമിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് coconut oil. ചട്ടിയിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. സാധാരണ നിലക്കില്ലേ നമ്മൾ ചട്ടിയിലേക്കോ എന്ത് പാത്രത്തിലേക്കോ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കെയർഫുൾ ആവണം. ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എന്തായാലും പൊട്ടിത്തെറിക്കും. അത് എനി കുക്ക് വെയർ,
സോ എപ്പോൾ എന്ത് കുക്ക് വെയറിലും നമ്മൾ എണ്ണ ഒഴിക്കുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലാ വാട്ടർ കണ്ടൻറ്റും പോയോ എന്നുള്ളത് നല്ല ശ്രദ്ധിച്ചതിന് ശേഷം ഓയിലോ ബട്ടറോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഷുവർ ദറ്റ് യു വിൽ ബേൺ യുവർ സെൽഫ്. ഇനിയിപ്പോൾ എൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഓയിലൊന്ന് ചൂടാവാൻ. അപ്പോൾ ചൂടായി ഇതിലേക്ക് ഞാൻ ഈ അരച്ച തേങ്ങ, സാധാരണ മീൻകറിയിലൊക്കെ മുളക് വെള്ളത്തിലേക്കാണ് തേങ്ങ അരയ്ക്കുക. ഈ കറിയിൽ ഡയറക്റ്റ് തേങ്ങ ഇതിലേക്കാണ് പോകുന്നത്, വെളിച്ചെണ്ണയിലേക്ക്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ഈ അരവെല്ലാം ഒന്ന് ഇതാവാൻ, വേസ്റ്റേജ് ഇല്ലാണ്ടൊക്കെ. സോ ഈ തേങ്ങ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ തേങ്ങൻ്റെ ഇപ്പോഴത്തെ തേങ്ങ ടിൻ്റെ തേങ്ങ കിട്ടും, ക്രീമി രണ്ട് മാതിരി ഉണ്ട് ടിന്നിൽ. ചില സ്ഥലത്ത് കണ്ടത് ക്രീം ഓഫ് കോക്കനട്ട് ഉണ്ട്, അതേമാതിരി കോക്കനട്ട് മിൽക്കും ഉണ്ട്. മിൽക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വെള്ളം പോലെ ആയിരിക്കും, ക്രീം എന്ന് പറയുമ്പോൾ നല്ല കട്ടി ക്രീമി ആയിരിക്കും. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക ക്രീമാണോ. ഇപ്പോൾ കറീസിനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ക്രീമിയാണ് നല്ല, അരവിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ ക്രീമിയാണ് നല്ലത്. പക്ഷേ ക്രീമി കുറച്ചും കൂടി സ്വീറ്റൻഡ് ആയിരിക്കും. ഈ സ്വീറ്റ്നെസ് കുറക്കാൻ നമ്മളെപ്പോഴും കുറച്ച് മുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇപ്പോൾ എനിക്കിഷ്ടം 1 ടീസ്പൂണാണ് ആ കറിക്ക് കണക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊക്കനട്ടിൻ്റെ ഇങ്ങനത്തെ ക്രീമി മിൽക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഷുഡ് ഡു ഇസ് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ഓൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ കേരളക്കാർക്ക് മിക്ക കറിയിലേക്കും തേങ്ങ, അപ്പോൾ നമ്മളെപ്പോൾ കേരള കറി എന്ന് പറയുമ്പോൾ ഹോൾ കോക്കനട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. ഈ കോക്കനട്ട് എന്ന് പറയുന്ന സാധനമല്ലേ, ഇറ്റ്സ് ലൈക്ക് എ ഫ്രഷ് ക്രീം ഫോർ അസ്. വെൻ കോക്കനട്ട് ഇസ് ടേക്കൺ ഇൻ ടു ദിസ്, അതിൻ്റെ ക്രീം എടുക്കുമ്പോൾ, ലൈക്ക് അതിൻ്റെ കട്ടി പാലെടുക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ക്രീമാണ്. ഇപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ പാലിൻ്റെ ക്രീമാണ് കൂടുതൽ, പശു പാല്. ലൈക്ക് വെൻ യു ഗോ ടു അതർ ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാലും അവർക്കൊക്കെ ക്രീമാണ്, പാലിൻ്റെ ക്രീമാണ്. പക്ഷേ നമ്മളുടെ ക്രീം എന്താ, തേങ്ങ. ഓക്കെ, ആൻഡ് ഈ ക്രീമി ടെക്സ്ചർ ഓഫ് കോക്കനട്ട് makes your curries to be more എന്താ പറയുക, ഒരു സോസി ഗ്രേവി, more flavorful, and eating only മുരിങ്ങ ഇല without the coconut എന്തായാലും ടേസ്റ്റ് കുറയും. അതേസമയത്ത് തന്നെ മുരിങ്ങയിലേക്ക് ഇനി നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ ആഡ് മുരിങ്ങയില ആൻഡ് ദാൽ. ഇപ്പം നോർത്തിലൊക്കെ അവർ ഏറ്റവും അധികം മുരിങ്ങയില ഉപയോഗിക്കുന്നത് ദാലിലാണ്, പരിപ്പും മുരിങ്ങി, അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇല കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുരിങ്ങൻ്റെ ഇല വറവിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ടാലും 2 പ്രോട്ടീൻ നല്ലോണം കിട്ടി. അങ്ങനെയൊക്കെയാണ് തേങ്ങ ഈ മുരിങ്ങൻ്റെ ഇലയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിടാം. ഭയങ്കര ഈസിയാണ്, പറിക്കാനും മുറിക്കാനും ഒന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പിടുക. മുരിങ്ങൻ്റെ ഇലക്ക് അധികം കുക്കിംഗ് ഇല്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് നല്ലോണം തിളച്ച് പൊന്തിയതിൻ്റെ ശേഷം നമുക്ക് മുരിങ്ങൻ്റെ ഇല ഇടാം. സാധാരണ നെൽക്ക് പറയും തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം, വെള്ളം വേറെ തേങ്ങ വേറെ ആവുന്ന ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നൈസ് സ്മെൽ. വിതൗട്ട് മുരിങ്ങയില തന്നെ തേങ്ങയും ഈ മസാലയും എല്ലാം നല്ല വാസന വരുന്നുണ്ട്. കറീൻ്റെ തിക്നെസ് വന്നത് ആ വറ്റ് കൂട്ടിയോണ്ടാട്ടോ ഇതിങ്ങനെ പേസ്റ്റ് പോലെ ആയത്. ആ വറ്റുണ്ടാവുമ്പോഴാണ് അതിൻ്റെ കട്ടി വരിക. ഈ ഇല കാണുന്ന മാതിരി അല്ല കേട്ടോ, ചൂടിലേക്ക് പോയ പാടിപ്പോവും. എല്ലാവരും എപ്പോൾ പറയുന്നുണ്ട് വെജിറ്റേറിയൻസിനൊന്നുമില്ല. യെസ്, ഇതൊക്കെ വെജിറ്റേറിയൻസിൻ്റെ സൂപ്പർ ഡിഷാണ്. കൂടുതൽ ഈ മലബാറിൽ കഴിക്കണ ഏറ്റവും വലിയ വെജിറ്റബിൾ എന്താണെന്നറിയോ? മുരിങ്ങൻ്റെ ഇലയും വെണ്ടയ്ക്കയും ക്യാബേജും. അതിൻ്റെ മേലെയുള്ള വെജിറ്റബിളൊക്കെ വളരെ കുറവാണ്. പിന്നെ നല്ല സദ്യയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊക്കെ, എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് കോമൺലി യൂസ്ഡ് വെജിറ്റബിൾ ഇതാണ്. ഇതിലൊന്ന് നമുക്ക് ഉപ്പ് വെക്കാം. ഒരുപാട് വേണ്ട. കുറച്ച് നേരം വെക്കുമ്പോൾ ഇല്ലേ അത് കട്ടി കൂടും. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം ആ സമയത്ത്.
ഈ ചട്ടിയിൽ കറി ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ഞാൻ ഈ ഹീറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 2 minutes ആയി, ഇപ്പോഴും അത് തിളയ്ക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസി. ഈ മുരിങ്ങൻ്റെ കറീൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷന് പത്തിരിയാണ്. ഈ അരിപ്പത്തിരി ഉണ്ടാക്കാൻ പുഴുങ്ങലരീൻ്റെ പൊടിയാട്ടോ വേണ്ടത്, പച്ചരീൻ്റെ പൊടിയല്ല. ഇപ്പോൾ പത്തിരിയുടെ പൊടി കിട്ടാനില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ പത്തിരിപ്പൊടി കിട്ടും. ആമസോണിലോ വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ ഈ പത്തിരിപ്പൊടിയും കിട്ടും. സാധാരണ നേരിയ പത്തിരിക്കുള്ള പൊടിയല്ല ഈ ഒറോട്ടിക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ പത്തിരീൻ്റെ പൊടി ഒന്ന് കുഴച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് പത്തിരീൻ്റെ സാധാരണ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചാൽ മതി. നല്ലൊരു വാഴൻ്റെ ഇലയിൽ പത്തിരി ഉണ്ടാക്കുമ്പോഴേ ആ ഇലയുടെ ഫ്ലേവറൊക്കെ ആ പത്തിരിയിലേക്ക് വരും. അപ്പോൾ ഒരു ഭയങ്കര രസമാണ് പത്തിരി ഇല ചൂടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പത്തിരീൻ്റെ പൊടി നല്ലൊരു ബോളാക്കി ജസ്റ്റ് ചൂടുവെള്ളവും കുറച്ച് ഇതും ഇട്ടാൽ മതി, ഉപ്പും. കൈകൊണ്ട് എല്ലാവർക്കും പരത്താൻ, കൈകൊണ്ട് ഇത് പരത്തിയിട്ടില്ലെങ്കിലേ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേറൊരു ഇല എൻ്റെ മേലെ വെച്ചിട്ട് അമർത്തിയാൽ മതി. ഈ ഇലയുടെ ഈ വശമല്ല കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുക, ഈ വശമല്ല. ഇത് വരുമ്പോൾ പത്തിരിയിൽ ലൈന് വരും, ഈ വശം എടുക്കുക. എന്നിട്ട് പത്തിരിക്ക് കുറച്ച് എണ്ണ ഒന്ന് എൻ്റെ മേലെ ഈ 3 വിരലുകൊണ്ട് ഇത് ഉന്തി കൊടുക്കുക. ഇത് പ്രഷർ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ മുരിങ്ങൻ്റെ ഇലേൻ്റെ കൂടെ നല്ല അരിയോ റൊട്ടി നല്ല കോമ്പിനേഷനാണ്. അരിയോ റൊട്ടി ഉണ്ടാക്കുക. പ്ലീസ് ഓൾ ഓഫ് യു ക്യാൻ ട്രൈ ദിസ്. എനിക്ക് തോന്നുന്നത് സൂപ്പർ ഹെൽത്തിയാണ്. ഇത് ഒരുപാട് പൈസയൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. അപ്പം മുരിങ്ങ ഇല എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സാധനമല്ല. ഈ മുരിങ്ങൻ്റെ ചെടി ഉണ്ടല്ലോ, ആസ് ഐ സെഡ്, ഇറ്റ്സ് എ മിറക്കിൾ ട്രീ. മുരിങ്ങൻ്റെ ഇല ഉപയോഗിക്കും, മുരിങ്ങൻ്റെ പൂവ് നല്ലതാണ്, മുരിങ്ങ കായ് നല്ലതാണ്. അപ്പം മുരിങ്ങൻ്റെ മരം എന്ന് പറയുന്നത് ഒരു മിറക്കിൾ ട്രീ ആണ്. കേരള ഈസ് വിത്ത് ലോട്ട് ഓഫ് അബാൻഡൻറ്റ് ഗുഡ് തിങ്സ്. സോ നമ്മൾ കേരളൈറ്റ്സ് ആയിട്ട് അതിനെ മറന്നു പോകണ്ട. സ്റ്റാർട്ട് മേക്കിംഗ് ഡിഷസ് വിത്ത് മുരിങ്ങക്കായ്, മുരിങ്ങൻ്റെ ഇല, മുരിങ്ങൻ്റെ പൂവിൻ്റെ സീസൺ ആകുമ്പോൾ മുരിങ്ങൻ്റെ പൂവ് ഉപയോഗിക്കുക. സോ പ്ലീസ് ഡു ഇൻക്ലൂഡ് this superfood in your diet every day. So see you on my next videos. Until then, goodbye from Abida Rasheed.